ഇന്ന് ഞാൻ കപ്പലിൽ ഡെക്കിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു അപൂർവമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടു. അപ്പം ഞങ്ങൾ ആങ്കറിലാണല്ലോ കിടക്കുന്നത്. ആങ്കറിൽ കിടക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പല കപ്പലുകളും പോകും. അപ്പം ഇപ്പം വന്ന കപ്പൽ ഒരു വെറൈറ്റി ലുക്ക് ആയതുകൊണ്ട് ഞാൻ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു. ഗൈസ്, അപ്പോൾ അതിനു മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ലൈക്കും കൂടെ ഒന്ന് തട്ടിവിട്ടെ. ഈ കപ്പലിൻ്റെ നീളം നിങ്ങൾ കണ്ടോ? ഒരു 1.5 നീളം തന്നെയാണ്. ഞങ്ങളുടെ കപ്പലിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്താണ് ഈ കപ്പൽ. എന്നിട്ട് പോലും എൻ്റെ സ്ക്രീനിൽ കറക്റ്റായിട്ട് തികയുന്നില്ല. അത്രയ്ക്കും ഡിസ്റ്റൻസ് ആയിരുന്നിട്ട് പോലും അത്രയ്ക്കും നീളം ഉള്ളതുകൊണ്ട് എൻ്റെ സ്ക്രീനിൽ പോലും തികയുന്നില്ല. ഏകദേശം 300 മീറ്റർ നീളമാണ് ഈ കപ്പലിനുള്ളത്. ഈ കപ്പൽ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തരം കപ്പലാണ് ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇട്ടേക്ക്. ആരാണ് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുമെന്ന് നമുക്ക് നോക്കാം. ഞാൻ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. കപ്പൽ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ആ കപ്പലിൽ ഒരു ക്രെയിന് പോലും നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. ക്രെയിൻലെസ് ഷിപ്പാണ്. അപ്പൊ അത് എന്ത് തരം കപ്പലാണെന്ന് കണ്ടുപിടിക്കും നിങ്ങൾ. കപ്പലിന്റെ GRT ഞാൻ ചെക്ക് ചെയ്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. 1 ലക്ഷമാണ് അപ്പൊ ഈ കപ്പലിന്റെ GRT എന്ന് പറയുന്നത്. ഏകദേശം 98,000 സംതിങ് ഉണ്ട്. ഇവിടെ നിന്ന് ആ കപ്പൽ കാണാൻ നല്ല രസമുണ്ട്. നമ്മളിപ്പോ ക്യാമറ ഇങ്ങനെ നോക്കി വരുമ്പോൾ ആ ക്യാമറയിൽ പോലും കൊള്ളുന്നില്ല. അത്രയ്ക്ക് നീളമുള്ള ഒരു കപ്പലാണ് ഈ കപ്പൽ. ഇന്നിപ്പോ ഞങ്ങളുടെ കപ്പൽ നങ്കൂരമിട്ടിട്ട് 17 ദിവസം കഴിയുകയാണ്. അങ്ങനെ 17 ദിവസമായിട്ട് ഒരേ സ്ഥലത്ത് ഞങ്ങളുടെ കപ്പൽ അങ്ങനെ നങ്കൂരമിട്ട് കിടക്കുകയാണ് പോർട്ട് കാൾ വരുന്നത് വരെ. ഈ കപ്പൽ അപ്പം ഡെൻമാർക്കിൽ നിന്നാണ് ഇങ്ങോട്ട് ലോഡ് എടുത്തിട്ട് വന്നെന്ന് തോന്നുന്നു. അപ്പൊ ഇവിടെ ലോഡ് ഇറക്കാൻ വേണ്ടിയാണ് അപ്പൊ ഈ കപ്പൽ വന്നിട്ടുള്ളത്. ഞങ്ങളും ലോഡ് ഇറക്കാനാണ് വന്നിട്ടുള്ളത്. ഞങ്ങളെ ഇവിടെ 17 ദിവസമായിട്ട് കിടക്കുന്നത്. അപ്പൊ ഈ കപ്പൽ ഇനി എത്ര മാസം കിടക്കാൻ പോണോ എന്തോ. ഈ പടുകൂറ്റൻ കപ്പൽ ഏത് ടൈപ്പ് കപ്പലാണെന്ന് കണ്ടുപിടിച്ച് പറയുന്നത് ആരെന്ന് നമുക്ക് നോക്കാം. അപ്പൊ പുതിയ വീഡിയോയുമായി കാണുന്നവരെ സൈനിങ് ഓഫ്.